രാജസ്ഥാനിലെ കോട്ടയിലെ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിൽ സംസ്ഥാന സർക്കാരിനോട് ചോദ്യമുയർത്തി സുപ്രീംകോടതി. വിഷയം ഗൗരവതരമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ എൻട്രൻസ് കോച്ചിംഗ് ഹബ്ബായ കോട്ടയിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിൽ ആശങ്ക രേഖപ്പെടുത്തിയ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. കോട്ടയിൽ മാത്രം എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നത്? ഇതിനെതിരെ സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? വിദ്യാർത്ഥികളുടെ ആത്മഹത്യ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ഇതായിരുന്നു സുപ്രീം കോടതി ഉയർത്തിയ ചോദ്യങ്ങൾ. 22-കാരിയുടെ മരണവും കോട്ടയിൽ നീറ്റ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസും പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് കോടതിയുടെ വിമർശനം. നിലവിലെ സ്ഥിതി നിസ്സാരമായി കാണാനാകില്ലെന്നും ഗൗരവകരമായ വിഷയമാണിതെന്നും കോടതി വിലയിരുത്തി. ഈ വർഷം മാത്രം 14 വിദ്യാർത്ഥികളാണ് കോട്ടയിൽ ആത്മഹത്യ ചെയ്തത്. വിദ്യാർത്ഥികളുടെ മരണത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന കൗൺസിൽ കോടതിയെ അറിയിച്ചു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ 4 ദിവസം കാലതാമസം ഉണ്ടായതിലും കോടതി ചോദ്യമുയർത്തി. എന്നാൽ സംഭവത്തിൽ കേസെടുത്തുവെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു.